ശരിക്കും കഥകളും ഉപകഥകളും യാതനകളുടെയും വേദനകളുടെയും എല്ലാം ഒരു മൂവ്മെന്റ് തന്നെയാണ്. അതെ 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 ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം പല അഭിപ്രായങ്ങളുള്ള സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവർക്ക് യുദ്ധത്തിൽ ചേരാൻ വിസമ്മതിച്ച അദ്ദേഹത്തെ പോലുള്ളവർ, ഗാന്ധിജിയെ പോലുള്ള മറ്റൊരു നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഗാന്ധിജി അടക്കമുള്ള നേതാക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ള പല നേതാക്കൾ പലതരത്തിലുള്ള ആദർശങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെച്ച ഒരു സമയത്ത് എല്ലാം കൂടെ ഏകോപിപ്പിച്ച് ഒരേ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന്, ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരുന്നു. അതിനെ ഒരു നോൺ വയലൻസ് സത്യാഗ്രഹമാണ് നമ്മുടെ വെപ്പൺ എന്നുള്ള രീതിയിലേക്ക് എത്തി. ആ ഒരു രീതിയിൽ എല്ലാവരെയും ഒന്ന് സമ്മതിപ്പിച്ച് എടുക്കാനും ഒക്കെ എടുത്ത ഒരു സമയമായിരുന്നു നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വഴിതെളിച്ച ആ ഒരു 1942 മുതൽ 1942 മുതൽ അവസാനം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി 1947 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താണ് ജയിച്ചത്? ശരിക്കും വേൾഡ് വാറിൽ ബ്രിട്ടൻ വീക്കായി, അവരുടെ ഫിനാൻസസ് എല്ലാം ഒത്തിരി അധികം വാറുകളിൽ സ്പെൻഡ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അപ്പോഴേക്കും ആ ഒരു ഇന്ത്യയുടെ ഒരു ഇൻടോളറൻസ് അപ്പോഴത്തേക്കും എത്തിയിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി എല്ലാം ഒരുവിധം യുണൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ ഇവിടെ കുറച്ച് ഇതായിട്ട് അവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യാൻ. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു യുദ്ധതന്ത്രം തന്നെ. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയെ വിഭജിക്കുന്നതിൽ വിജയിച്ച ഒരു ബ്രിട്ടീഷുകാരായിരുന്നു അത്രയും കാലം ഇന്ത്യയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അവരൊരു വേൾഡ് വാറിന് പോയി വന്നപ്പോഴേക്കും ഇന്ത്യക്ക് ഒരുവിധം യൂണിറ്റി നേടി എടുത്തിരുന്നു. അപ്പോഴേക്കും നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. ലേഡീസ് അവർ ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോട് കൂടിയുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ. സ്വാഗതം സർ. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് ഫെങ് ഷുയി ഉപകരണങ്ങളെ പറ്റി സംസാരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം കുറേ വർഷമായി സാർ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ റെസ്പോൺസ്, ഫെങ് ഷുയി ചെയ്ത വീടുകളിലുള്ള ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? പൊതുവേ ഇപ്പം ഒത്തിരി വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് 100% സക്സസ് എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. എന്നാൽ ഒരു 75 ഒരു 80% വരെ എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അത് റിസൾട്ട് കിട്ടാത്തത്? റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഉദാഹരണം, പല വീടുകളിലും പോയി ഫെങ് ഷുയി ചെയ്യുമ്പോൾ ആ വീടിൻ്റെ എനർജി ലെവൽ നോക്കിയിട്ട് ഏതൊക്കെ റൂമിൽ നെഗറ്റീവ് എനർജി, ഏതൊക്കെ പോസിറ്റീവ് എനർജി, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് എഴുതിയെടുപ്പിക്കാറാണ് ഞാൻ ചെയ്യാറ്. അത് ചെയ്യുമ്പോൾ അത് എല്ലാം ചെയ്തിട്ടുള്ള, അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള വീടുകളിൽ ഒരു 100% റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല മാറ്റം അവർക്കുണ്ട്. ചില ആൾക്കാരുണ്ട്, നമ്മളൊരു വീട്ടിൽ കയറുന്ന ഇപ്പോൾ ഒരു ഫെങ് ഷുയിയുടെ സാധനങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു ആത്മവിശ്വാസം, കുഴപ്പമില്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ആ ഒരു കോൺഫിഡൻസ് കൂടിപ്പോയ ഒരാഴ്ചയെ നിലനിൽക്കുള്ളൂ. ആ ഒരാഴ്ച അവർക്കൊന്ന് ഹാപ്പിയായി, നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറി എന്നുള്ളൊരു വിശ്വാസം നിൽക്കുമ്പോൾ അത് കുറേശ്ശെ ലോസാവും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ലിസ്റ്റ് പേപ്പറിന് ഓടി കൊണ്ട് നടക്കും. പല വീടുകളിലും ഇപ്പോഴും പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു 8 വർഷത്തേക്ക് മുമ്പൊക്കെ ചെയ്ത വീടുകൾ അവരിന്നും ഞാൻ അന്ന് കൊടുത്ത നോട്ട് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. കൂടെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ആ നോട്ടെടുത്ത് അവർ നോക്കുന്നുണ്ട്. അയ്യോ ഇന്നത് പറഞ്ഞിട്ട് നമുക്കത് മാസം തോറും ഇന്നത് ചെയ്യാൻ പറഞ്ഞ് അവരതിനെ ആ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് നമ്മളതിനെ ചെയ്ത് അവരെ സ്വന്തമായിട്ട് തന്നെ അവരെ പ്രോബ്ലംസ് മാറ്റിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു അടുക്കും ചിട്ടയോട് കൂടി കൃത്യതയോടുകൂടി സമയാസമയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ല മാറ്റമാണ് നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്നത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് 100% അവർക്ക് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഫെങ് ഷുയി ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലും എന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഒരു അർപ്പണ മനോഭാവത്തോട് വിശ്വാസത്തോടു കൂടി അവർ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലും അവരുടെ പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്ത് കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇപ്പോൾ അമ്പലത്തിൽ ചെന്നൊരു പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഓദിക്കുക, അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോഴും
നമുക്ക് അതിനോടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ 10 പേര് പറയുന്നു ഇന്ന അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും എന്ന് ഒരാൾ പറഞ്ഞു കേട്ടിട്ട് മനസ്സില്ലാ മനസ്സോടു കൂടി പോവരുത്. എനിക്ക് അവിടെ ചെന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ മാറും എന്ന് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി ചെന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്കത് 100% നമുക്കത് മാറ്റം ഉണ്ടാവും. ഇത് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്താലും പ്രകൃതി പോലും നമുക്കതിന് സൂട്ടബിളായി, നമുക്കത് കിട്ടുവാൻ വേണ്ടി പ്രകൃതി പോലും സഹായിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. കേരളത്തിലെ അനുഭവങ്ങൾ സാറ് പറഞ്ഞു, അതുപോലെ കേരളത്തിന് പുറത്ത് ഒത്തിരി ഞാൻ ബാംഗ്ലൂർ, ബോംബെയിൽ, ഡൽഹിയിൽ ഒക്കെ ഒത്തിരി വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡൽഹിയിൽ തന്നെ ഇഷ്ടംപോലെ ഒത്തിരി വർക്കുകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ബാംഗ്ലൂർ കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു. ബോംബെയിൽ ഇപ്പം മലയാളികളാണോ കൂടുതലായിട്ട്? മലയാളികളുണ്ട്, മറ്റു ആൾക്കാരുണ്ട്. അവർക്കെല്ലാം മലയാളികൾ പറഞ്ഞിട്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിലും അവിടെയൊക്കെ ഫ്ലാറ്റുകളാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ വാസ്തു അല്ല, അതിൽ ഫെങ്ഷുയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക. ഫ്ലാറ്റുകളിൽ തന്നെ നമുക്കിപ്പം ഒരു 1 BHK ഒക്കെ ആണെങ്കിൽ ആ ഒരു റൂം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യണം. അതിന് ഈ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ഫിൽറ്റർ ചെയ്യും. ആ ഫിൽറ്റർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ മാറ്റം വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് കിട്ടും. പിന്നെ ഈ എന്താ പറയുക, ഈ ലോഷോ സ്ക്വയർ അനുസരിച്ച് നമ്മളൊരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്. അത് 4 പോസിറ്റീവ് എനർജി കിട്ടും, 4 നെഗറ്റീവ് എനർജി കിട്ടുമെന്ന് പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂം മാത്രമുണ്ടെങ്കിൽ അതിലും 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. അതിലും ഇതേപോലെ തന്നെ 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 നെഗറ്റീവ് എനർജിയാണ്. ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്യാൻ സമയത്ത് അതിനകത്തുള്ള ബെഡ് ഇടേണ്ട പൊസിഷൻ പോലും നമ്മൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഇന്ന റൂമിൽ ഇന്ന ഭാഗത്തോട്ടായിരിക്കണം ബെഡ് ഇടേണ്ടത്, ഇന്ന ഭാഗത്തോട്ട് തിരിഞ്ഞായിരിക്കണം കിടക്കേണ്ടത്. അതുപോലെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റമാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പം 88 എന്ന് പറഞ്ഞ കോമ്പിനേഷനും 6 എന്ന് പറഞ്ഞ ഹെവൻലി സ്റ്റാറാണ് 6 എന്നൊക്കെ, ഇതൊക്കെ ഏറ്റവും നല്ല പോസിറ്റീവ് എനർജിയുള്ള കോമ്പിനേഷൻ. അത് ലോഷോ സ്ക്വയറിൽ, അതായത് ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുവിൽ വരുന്നതാണ്. ഈ നമ്പറുകൾ പറഞ്ഞൊന്നും മനസ്സിലാവില്ലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളത് പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള റൂമുകളിൽ പോലും, ഇത് കിട്ടുന്ന റൂമുകളിൽ പോലും നെഗറ്റീവായിട്ടുള്ള സ്ഥാനത്ത് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമുണ്ടാകും. അതിനെ നമ്മൾ നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമുക്കത് ചെയ്യുവാനുള്ളത്. ഏത് കാര്യവും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കതിനകത്ത് കിട്ടുന്നത്. വളരെ നല്ല റിസൾട്ടാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഇപ്പം എന്താ ലാഫിംഗ് ബുദ്ധ മാത്രം വാങ്ങി, ഇപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം വെഞ്ഞാറമൂടുണ്ട്. അപ്പോൾ അവിടുത്തെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതും അവിടെ വന്ന ഈ ടൂൾ ഐറ്റങ്ങളെല്ലാം അവിടെയും കിട്ടും. അവിടെ കിട്ടുമ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് വെച്ച് എനർജി പൂജിച്ച് കൊടുക്കാറ്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും? തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ല, വെഞ്ഞാറമൂട് എനിക്കൊരു ഓഫീസുണ്ട്, വെള്ളയമ്പലത്തൊരു ഓഫീസുണ്ട്. വെഞ്ഞാറമൂടാണ് ക്ഷേത്രം ഉള്ളത്, കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം. എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമാണെന്ന് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ വന്നു കഴിഞ്ഞാലും ലാഫിംഗ് ബുദ്ധയും അതേപോലെ തന്നെ ഈ ഫെങ്ഷിയുടെ ഒരുവിധപ്പെട്ട ടൂളുകളെല്ലാം അവിടെയും കിട്ടുന്നുണ്ട്. അത് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിന്ന് പൂജിച്ച് തരാൻ പറ്റും. അവിടെ കുബേരൻ്റെ ക്ഷേത്രം ആയതുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്കത് പൂജിച്ച് തരാൻ കഴിയും. മാത്രമല്ല ഒരു ചികിത്സയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അതും ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, ചെറുതല്ല വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഞങ്ങളവിടെ നോക്കാറുണ്ട്. അത് ഓൾട്ടർനേറ്റീവ് മെഡിസിനാണ്, മെഡിസിനൊന്നും നമ്മൾ കൊടുക്കാറില്ല. സീഡ് തെറാപ്പി അതേപോലെ തന്നെ പ്രോബ് ചെയ്തുകൊണ്ട്, സുജോക്ക് എന്ന് വെച്ചാൽ കൈയും കാലും എന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ ഏതൊരു അവയവത്തിൻ്റെയും കറസ്പോണ്ടിങ് പോയിന്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ആ കയ്യിൽ കിട്ടുന്ന ആ ഭാഗത്ത് നമ്മൾ പ്രോബ് ചെയ്തുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് എനർജി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സീഡ് അല്ലെങ്കിൽ കളർ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു അസുഖത്തെ മാറ്റിയെടുക്കുന്ന രീതിയാണ്. റേക്കിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, റേക്കി എൻ്റെ കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. റേക്കിയെ പറ്റില്ല. സുജോക്ക് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെൻറ്റാണ്. അക്കിപ്പഞ്ചറൊക്കെ പോലെ, അക്കിപ്പഞ്ചറൊക്കെ ആണെങ്കിൽ നീഡിലൊക്കെയാണ് ഇടുന്നത്. ഇതൊന്നുമില്ല, ഒള്ളി പ്രോബിങ്ങും സീഡൊക്കെ നമ്മൾ പല സീഡ് പയർ അതേപോലെ തന്നെ ഉലുവ ഇങ്ങനെയുള്ള സീഡൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വിത്തുകൾ വെച്ചുകൊണ്ട് ആ വിത്തിനകത്തുള്ള എനർജി നമ്മൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ കൊടുത്തുകൊണ്ട് അസുഖങ്ങൾ മാറ്റിയെടുക്കുന്ന രീതി അവിടെയുണ്ട്. അതെന്ത് നമുക്ക് ഇപ്പം ഈ തലവേദനയായിരുന്നാലും ബാക്ക് പെയിൻ ആയിരുന്നാലും കൈമുട്ട് വേദന, കാൽമുട്ട്, ഇതൊക്കെ എന്ത് പ്രോബ്ലം ആയിരുന്നാലും വളരെ ഫാസ്റ്റാണ്. വിതിൻ 22 സെക്കൻഡ്സിനകത്ത് നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും. പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അതിനകത്ത് ഇപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു സമയം, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ സമയം വയ്ക്കുവാൻ തന്നെ കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച അടുപ്പിച്ച് 3 ദിവസം ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട്, അതിന് വേരോടെ പൊഴുതു മാറ്റാൻ, എന്ത് അസുഖമാണെങ്കിലും വേരോടെ പൊഴുതു മാറ്റാൻ നമുക്കത് പറ്റും. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ
ലാഫിംഗ് ബുദ്ധ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഭാഗങ്ങൾ ഒന്ന് വെഞ്ഞാറമൂടിൻ്റെ ഓഫീസുണ്ട്, ഒന്ന് നമ്മുടെ ചന്ദ്രബോസിൻ്റെ ഓഫീസ് ഇവിടെ ആറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സാധനം കിട്ടും. മാത്രമല്ല നമ്മുടെ ക്ഷേത്രത്തിലും ഇത് അവൈലബിൾ ആണ്. ഈ ഐറ്റങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്നും വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. വളരെ നല്ലൊരു ഇതായിട്ട് കിട്ടുന്നുണ്ട് അത്. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ എത്ര കാലം ഇത് നിലനിൽക്കും എന്നുള്ള കാര്യം ചോദിച്ചു. നമ്മൾ ഒരു തവണ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം? അപ്പോൾ ഈ ലാഫിംഗ് ബുദ്ധ പോലുള്ള ഐറ്റങ്ങൾ വീക്കിലി വൺസ് നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ലാഫിംഗ് ബുദ്ധ ചെയ്യുന്നുണ്ട്. എന്തായാലും സമയക്കുറവുള്ള അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇതൊക്കെ ഒരു പേപ്പർ നോട്ട് ചെയ്തിട്ട് തന്നെ വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുള്ളവർ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. നമസ്കാരം.